വണ്ടിപ്പെരിയാർ ഭാരത് പെട്രോളിയം പമ്പിൽ നിന്നും ഡീസലടിച്ച വാഹനങ്ങളിൽ വെള്ളം കലർന്ന ഡീസൽ അടിച്ചതായി പരാതി. ഇതിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികൾ സംഭവത്തിൽ ഭാരത് പെട്രോളിയം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിട്ടുള്ളതായും ഡീസൽ അടിച്ച നഷ്ടമായ ഡീസലും വർക്ക്ഷോപ്പിന് ചിലവായ പൈസയും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് തിരികെ നൽകി കംപ്ലൈന്റുള്ള ടാങ്കിൽ നിന്നും ഡീസൽ അടിക്കുന്നത് നിർത്തിവെച്ചതായും പമ്പ് മാനേജ്മെന്റ് അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Celebrating 25 years of excellence in education, Trinity Garden Public School, Vandiperiyar. The only CBSE school in Pyramid Taluk, offering a future-ready curriculum with AI and robotics spacious classrooms, well-equipped laboratories, dedicated teachers, and extensive sports facility, including school bus facility in our campus. Admission open for the academic year 2026-27, where learning shapes the future. Enroll your child today at Trinity Garden Public School, Vandiperiyar. രാവിലെ 9 മണി മുതൽ 9:40 വരെ വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ അടിച്ച നിരവധി വാഹനങ്ങളാണ് കംപ്ലൈന്റായി വഴിയിൽ നിന്ന് പോയത്. ഇതേ തുടർന്ന് വർക്ക്ഷോപ്പിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം കലർന്നതായി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 14ഓളം വാഹനങ്ങളാണ് ഡീസൽ അടിച്ചത് മൂലം കംപ്ലൈന്റ് ആയത്. തുടർന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പമ്പ് മാനേജ്മെന്റിൽ വിവരമറിയിച്ചത് അനുസരിച്ച് മാനേജ്മെന്റ് ഇത് പരിശോധിക്കുകയും ഭാരത് പെട്രോളിയം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ടാക്സി തൊഴിലാളികൾക്ക് ചിലവായ വർക്ക്ഷോപ്പിലെ തുകയും ഒപ്പം ഡീസൽ വാഹനങ്ങൾക്ക് പുതുതായി അടിച്ചു നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പമ്പ് റീ അറേഞ്ച്മെന്റ് ചെയ്തത്. ഇത് ഭാരത് പെട്രോളിയം സെയിൽസ് ഡിപ്പാർട്ട്മെന്റാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും. ഈ ഒരു പമ്പിന്റെ വെള്ളം പച്ചവെള്ളം ചേർന്നാണ് അടിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ പാർട്ടിയായി ലോക്കൽ സെക്രട്ടറിയായി യൂണിയനുമായി ബന്ധപ്പെട്ട് അത് ഇവിടുത്തെ ഓണർ ജയരാണി എന്ന് പറയുന്ന മാനേജർ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഫാൾട്ടുണ്ടോ അത് ഡീസൽ വെള്ളം എടുത്തിട്ട് ഡീസൽ ഫുഡ് മാറി അതിന്റെ ബാക്കിയുള്ള ഡീസൽ അടിച്ച് വണ്ടി പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ സെയിൽസ് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും അപാകതകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 3 ടാങ്കുകൾ ഉള്ളതിൽ ഒരു ടാങ്കിലെ ഡീസലിന് മാത്രമാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നതായും പമ്പ് മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ഒരു വെള്ളം ചെറിയ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. അന്നേരപ്പോഴേ കമ്പനിക്ക് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുകയും അത് അന്നേരപ്പോഴേ കമ്പനിക്ക് സെയിൽസ് ഓഫീസറിനെ വിവരം അറിയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ബാക്കിയുള്ള ടാങ്കിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ക്ലിയറായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ സപ്ലൈ ചെയ്തേര് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു സെയിൽസ് ഓഫീസർ. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് ഇപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുക. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചവർ 5-6 ഓട്ടോ ഇതൊക്കെ നമ്മൾ അവർക്ക് ഇത് അത് മാറ്റി വേറെ ഡീസൽ കൊടുക്കുകയും ചെയ്ത് ഇതാണ് ഈ സംഭവിച്ചത്. അത് എന്നാ സംഭവമാണെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാർ വന്ന് ആ ടാങ്കിയുടെ അവർ അയച്ചു നോക്കിയാലേ അത് അറിയത്തുള്ളൂ. ഇപ്പോൾ സപ്ലൈ കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ല, ഇങ്ങനെ നിലവിൽ നിർത്തിവെച്ചിരിക്കുക. സ്റ്റോപ്പ് ചെയ്ത് ബാക്കിയുള്ള ടാങ്കിലുള്ളത് കൊടുക്കാൻ പറഞ്ഞ് സപ്ലൈ നടന്നുകൊണ്ടിരിക്കുക. അത് പണി ചെയ്തവരുടെ വാട്സാപ്പ് ഓട്ടോക്കാരുടെ ഇവിടെ പാവങ്ങളെ ഒത്തിരി ഓട്ടോക്കാരാണ് അവരൊക്കെ വന്ന് ആ ടാങ്കിൽ എപ്പോഴും അടിക്കുന്നത് അത് ഒടുക്കമായിട്ടുള്ളതുകൊണ്ട് ആ ടാങ്കിൽ അടിച്ച് ആ ഓട്ടോക്കാരുടെ എപ്പോഴും പാവങ്ങൾ അവർ വന്ന് ചോദിച്ച് ഫിൽറ്ററിൻ്റെ പൈസയും വർക്ക്ഷോപ്പിൻ്റെ പൈസയും 300-200 വെച്ച് അവർ ഒരു 9 മൊത്തത്തിൽ 8 ഓട്ടോക്കാരുടെ ഉണ്ട്. ബാക്കിയുള്ള ഇപ്പോഴത്തെ ടാങ്കിൽ അടിച്ചുകൊണ്ട് അത് ഇനി കമ്പനിക്കാർ വന്ന് അത് പരിശോധിച്ച് അത് എന്നാന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ട് വേറെ നടപടി ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.